സാങ്കേതികമായി റെയിൽവേ ബോർഡ് അനുമതി കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് ഉണ്ടാക്കുന്ന സാമ്പത്തിക ഭാരം താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലുതാണ്. ഇതിപ്പോൾ വർഷം പിന്നെയും കടന്നു പോവാണ്, കോസ്റ്റ് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് കടമെടുത്താലും ആത്യന്തികമായി ആ കടഭാരം നമ്മുടെ മുകളിലാണ് പതിക്കുക എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഫിനാൻഷ്യലി ഫീസിബിൾ ആവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റെയിൽവേ ബോർഡ് അനുവദിച്ചാൽ അത് നടപ്പാകുമെന്ന് പറയുന്നതിനകത്ത് തന്നെ ആത്മാർത്ഥത പ്രതീക്ഷിക്കണം. യഥാർത്ഥത്തിൽ കേരളയിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് ആഗ്രഹമുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ പ്രകാശൻ അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയിൽ ഞാൻ ഒരാളും എതിർഭാഗത്ത് 3 പേരുമെന്നാണ്. ഈ ചർച്ചയിലായതുകൊണ്ടാണ് താങ്കൾക്ക് 25% അവസരം ലഭിക്കുന്നത്. കേരളീയ സമൂഹത്തിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയാൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ താങ്കൾ പ്രതീക്ഷിച്ച ഈ 25% അവകാശം പോലും താങ്കൾക്കും സർക്കാരിന് ലഭിക്കില്ല എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ പറഞ്ഞു റെയിൽവേയെ സംബന്ധിച്ച് ഈ റെയിൽവേയുടെ ഈ പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നതിന് മാതൃഭൂമിയുടെയോ അഭിലാഷ് മോഹൻ്റെയോ ഒക്കെ അനുവാദം വേണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയൊന്നും അങ്ങ് ചോദിച്ചു പോകരുതേ മിസ്റ്റർ പ്രകാശൻ. ഇവിടെ ഈ ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഭാഗമായി ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ആ കടമ്പകളൊന്ന് കടക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ കുറ്റിയടിയുമായിട്ട് ഇറങ്ങിയത്. ഇവിടെ പാരിസ്ഥിതിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സാമ്പത്തിക വശത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ ടെക്നോളജിയെ സംബന്ധിച്ച്, ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിനെ സംബന്ധിച്ച് ഒരു പഠനവും നടത്താതെ നിങ്ങൾ ഈ പ്രോജക്റ്റുമായി പോകുന്നത് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ ഫീസിബിൾ ആകില്ല എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായ ലാഭം മാത്രമല്ല നമ്മൾ പറയുന്നത്. പാരിസ്ഥിതിക ആഘാത പഠനം ഉൾപ്പെടെയുള്ള നിരവധി ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും UDFും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെതിരാണ് എന്ന് കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പഠനം നടത്തുകയും UDFും UDFിലെ ഘടകകക്ഷികളും പ്രത്യേകം പഠനം നടത്തുകയും ഞങ്ങളുടെ സുചിന്തിതമായ ഒരു തീരുമാനമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, താങ്കൾ ഈ കാലം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പറഞ്ഞു. കാലം കഴിഞ്ഞു പോകുമ്പോൾ ടെക്നോളജിയും ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ടെക്നോളജി മാറിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് മുതൽ ഷൊർണൂർ വരെയുള്ള റെയിൽവേ ട്രാക്കുകളുടെ നവീകരണം, അത് ഓട്ടോ സിഗ്നലിംഗ് ഉൾപ്പെടെ, അതുപോലെ തന്നെ വളവുകൾ നികർത്തുന്ന ഉൾപ്പെടെയുള്ള ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന റെയിൽവേ മന്ത്രാലയം. അപ്പോൾ ആ രീതിയിൽ നിരവധി പദ്ധതികൾ, ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഈ രാജ്യത്തും ലോകത്തും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്റ്റാൻഡ് ലോൺ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഒരു ഭാഗത്ത് നിൽക്കെ നിരവധി ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിരിക്കുമ്പോഴാണ് ഇങ്ങനെ പോകാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞു വന്നത്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ കേന്ദ്രമന്ത്രി ഈ അടുത്ത സമയത്ത് കേരളയിൽ വന്നിരിക്കും കേട്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കുറേ കാലമായി ശ്രീ പ്രകാശൻ. അതിനുശേഷം ഇപ്പോൾ താങ്കൾ വീണ്ടും ആർജവത്തോടുകൂടി പറയുന്നു കേരളയിൽ ഇവിടെ വന്നിരിക്കും കേട്ടോ എന്ന്. കേരളത്തിൽ വരണമെങ്കിൽ ഈ രീതിയിൽ വരികയേയില്ല. കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക ബാധ്യതകളെ സംബന്ധിച്ചും ഈ പറയുന്ന പോലെ പരിസ്ഥിതി ആഘാതത്തെ പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുക്കാതെ ഇത്തരത്തിൽ ഈ പ്രോജക്റ്റ് ഇവിടെ നടക്കില്ല, ഇത് ഫീസിബിൾ അല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഇവിടെ അശ്വിനി വൈഷ്ണവ് തിരുവനന്തപുരത്ത് തന്നെ പത്രസമ്മേളനം നടത്തി ഞാനും അഭിലാഷും ഉൾപ്പെടെ കേട്ടതാണ്. നിങ്ങൾ ഒരു ഫ്രഷ് DPR സമർപ്പിക്കൂ എന്നാണ് സംസ്ഥാനത്തോട് പറഞ്ഞത്. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്താണ് പറയുന്നത്? ഞങ്ങളോട് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല, മന്ത്രി പത്രസമ്മേളനത്തിലൂടെ പറയുന്നത് കേട്ടതേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഫ്രഷ് DPR സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ റെയിൽവേ, ഞാൻ വീണ്ടും പഴയതിലേക്ക് തന്നെ മടങ്ങി വരുന്നു, റെയിൽവേയാണ് ഇതിനകത്തെ ഒരു പാർട്ടി. ആ റെയിൽവേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റായി കണക്കാക്കുന്നത് ഈ പ്രോജക്റ്റിൽ അവരുടെ 49% ഓഹരി വിഹിതമായി കണക്കാക്കുന്നത് അവരുടെ കൈവശമുള്ള ഭൂമിയാണ്. ആ ഭൂമി നൽകുന്നതിന് ഇപ്പോഴത്തെ ഈ DPR എങ്ങനെയാണ് റെയിൽവേക്ക് അംഗീകരിക്കാൻ കഴിയുക? ഈ DPR റെയിൽവേ സ്റ്റേഷൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടി മാത്രം എല്ലാം റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കഴിയുമോ? അപ്പോൾ ഒട്ടും സാങ്കേതിക മികവില്ലാത്ത ഒരു പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ഈ അലൈൻമെൻറ്റിലൂടെ പോകാൻ കഴിയില്ല. ഈ അലൈൻമെൻറ്റിലൂടെ പോയാൽ പോലും റെയിൽവേ പറഞ്ഞിട്ടുള്ള ഭൂമി നൽകാൻ കഴിയില്ല. അപ്പോൾ റെയിൽവേയെ സംബന്ധിച്ച് 49% ഷെയർ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ റെയിൽവേ സാമ്പത്തികം കൊടുക്കേണ്ടി വരും. റെയിൽവേ അങ്ങനെ സാമ്പത്തികമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിൻ്റെ നൂലാമലകൾ വേറെയാണ്. അങ്ങനെ സാമ്പത്തികമായി തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം, അഭിലാഷം, നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി, നല്ല കാര്യമാണ്, കഴിഞ്ഞ 2 വർഷമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും അതുപോലെ തന്നെ NHAIയും ഒക്കെ ഏതെങ്കിലും പ്രോജക്റ്റുകൾക്ക് ടെൻഡർ ചെയ്യണമെങ്കിൽ ആ പ്രോജക്റ്റിന് ആവശ്യമായ ഭൂമിയുടെ 90% ലാൻഡ് അക്വിസിഷനും പൂർത്തിയായതിനു ശേഷം മാത്രമേ ടെൻഡർ നടപടികളിലേക്ക് പോകാവൂ എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഫണ്ടിങ് ഏജൻസികൾ പലപ്പോഴും ഈ ഒരു പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്
ഫണ്ട് അനുവദിക്കുകയും അവർക്ക് സ്വാഭാവികമായിട്ട് അവർ ഫണ്ടിങ് ഏജൻസികൾ ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ്, അവർ അനുവദിക്കുകയും എന്നാൽ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി അത് കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സഹായത്തോടെ നടത്തുന്ന പ്രോജക്റ്റ് ആയാലും ആ പ്രോജക്റ്റിൻ്റെ റീപേയ്മെൻറ്റ് നടക്കാതെ വരികയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഏജൻസികൾ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സർക്കാർ ഉൾപ്പെടെ സർക്കാർ തലത്തിൽ തന്നെ ഈ 90% ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് മാത്രമേ ഈ പ്രോജക്റ്റിന് ഫണ്ട് അനുവദിക്കാവൂ എന്ന തീരുമാനമെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന 49% അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അവരുടെ ലാൻഡ് ആണെങ്കിൽ ആ ലാൻഡ് ഏതാണെന്ന് കണ്ടെത്താതെ നിങ്ങൾ എന്തിന് സാധാരണക്കാരുടെ നെഞ്ചത്തിട്ട് കയറാൻ പോയി? അതിന് മറുപടി പറയണ്ടേ? അത് പറഞ്ഞാലും മതിയാവൂ. ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന പബ്ലിക് ആണെങ്കിൽ തന്നെ ഈ പബ്ലിക്കിൻ്റെ ഈ പ്രോപ്പർട്ടി അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ് എന്തായാലും അത് ഏറ്റെടുക്കാൻ പോയത് നിങ്ങൾ എന്ത് ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങൾ പോയിട്ടുള്ളത്? അത് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാറുള്ളത്? ആ ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുള്ള അലവ കല്ലിട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും ഐഡ്ലിംഗ് സ്റ്റേജിലല്ലേ? ആ ലാൻഡ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? മകളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു പഠനത്തിനോ ഒരു കല്യാണത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ആ ലാൻഡ് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ ഇപ്പോഴും ഉള്ളത്? അല്ല. അങ്ങനെ നിങ്ങൾ ഈ കേരളത്തിൻ്റെ സാധാരണക്കാരുടെ നെഞ്ചത്തിട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഏറ്റവും അവസാനം റെയിൽവേയുടെ തീരുമാനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അപ്പോൾ റെയിൽവേയെ പോലും കൂടെയുള്ള പാർട്ണറെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്ന ഈ രീതി ഈ സർക്കാരിനെ സംബന്ധിച്ച് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നു. ഈ ലാൻഡ് അക്വിസിഷൻ നടത്തിയതിനു ശേഷം നിങ്ങൾ ഈ പറയുന്ന ജയിക്കയിൽ നിന്ന് ലോണും അടിച്ചു മാറ്റി അതിൻ്റെ കമ്മീഷൻ അടിച്ചുകൊണ്ട് പോകാനായിരുന്നു എന്ന ഞങ്ങളുടെ മുൻ ആരോപണം കൂടുതൽ ഗൗരവമുള്ളതായി മാറുന്നത് ഇത്തരത്തിൽ റെയിൽവേയുടെ ഇടപെടൽ വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ പദ്ധതി ഇത്തരത്തിൽ നടപ്പിലാകില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഇതിൽ നിങ്ങളുടെ കമ്മീഷൻ മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന കത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്.